നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഇത് നിങ്ങളെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തില് ഇതുപോലെ തെളിമയുള്ള സൂര്യ തേജസ്സോട് നിൽക്കുന്ന ഒരു നേതാവ്. എല്ലാവർക്കും എല്ലാവരോടും സ്നേഹം മാത്രം ഉണ്ടായിരുന്ന ഒരു ദൈവം. ആ നേതാവിന്റെ പിന്നിൽ സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് സ്വകാര്യം പറയും. ഉമ്മൻചാണ്ടി ലോകത്തുള്ള ആർക്കും കടന്നു ചെല്ലാവുന്ന ആള് സ്വകാര്യം പറയുന്നതിന്റെ പേരില് പിണറായി വിജയൻ പറഞ്ഞ ഭാഷ ഈ കേരളം കേട്ടതായിരുന്നേ എന്നിട്ട് ഉളുപ്പില്ലാതെ അതൊന്നും പറയരുതേ, അതൊന്നും പറയരുതേ. ഉമ്മൻചാണ്ടിയും ആ സരിതയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താങ്കൾ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. നീ നന്നാവില്ല, അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. മാത്യു കുഴൽനാടൻ വരാത്ത ചിത്രങ്ങൾ എത്രയുണ്ട്, വാക്കുകൾ കൊണ്ട് സരിത അതിന് ചിത്രം പകർന്നിട്ടുണ്ട്. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ സെക്രട്ടറിയുടെ അവസ്ഥ ഓർത്ത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ലജ്ജിക്കും. ഒരു മന്ത്രിപുത്രന്റെ ഇന്ന് പുറത്തു വന്ന ആ ചിത്രം ന്യായീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി. ഇതാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ. നിങ്ങൾക്ക് ഇത് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ഇതാണ് പിണറായി വിജയൻ പറഞ്ഞത്ര മോശമായിട്ട്, അച്യുതാനന്ദൻ പറഞ്ഞത്ര മോശമായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടില്ല. പെടവച്ചെന്നാലുണ്ടല്ലോ സന്ദീപ് നായരുടെ ഫേസ്ബുക്കിൽ BJP നേതാക്കളുമായുള്ള ഫോട്ടോ ഉണ്ട് എന്നതുമാണ് നിങ്ങൾ അദ്ദേഹം BJP പ്രവർത്തകനാണ് എന്ന് പറയുന്നതിന്റെ കാരണം. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കും. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു EP ജയരാജന്റെ മകനെതിരായി ഉയർന്ന ആരോപണത്തിന് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, അതോടൊപ്പം മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് CPM സംസ്ഥാന സെക്രട്ടറി വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് രണ്ടെണ്ണം കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും. ഒരു കാര്യം കേൾക്കൂ, നിങ്ങൾ പറഞ്ഞത് എത്ര കളവാണ്, എന്ത് വസ്തുതാ വിരുദ്ധമാണ്. CPM പ്രവർത്തകനാണ് എന്ന് നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസാ കൊടുത്തത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ആ മകൻ CPM അല്ല എന്ന് മാത്രമല്ല, BJP ആണ്. അതും ആ അമ്മയുടെ സോഴ്സ് മാത്രമേ ഉള്ളൂ. ആ അമ്മ BJP ആണെന്ന് പറയുമ്പോൾ അത് ബ്രേക്കിംഗ് ന്യൂസേ അല്ല, അതൊരു വാർത്തയേ അല്ല. പൊന്നു മോനെ, ഈ മുത്തശ്ശിയുടെ മുഖത്തൊന്ന് നോക്കടാ. EP ജയരാജന്റെ മകനെ കുറിച്ച് വളരെ വസ്തുതാവിരുദ്ധമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇതൊക്കെ അന്തരീക്ഷത്തിൽ ഷാനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഏതൊരാളെയും ഇതുപോലെ ആർക്കും വേട്ടയാടാമെന്ന് നില വരരുത്. തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? രാഷ്ട്രീയം പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയം പറയണം. അത് വസ്തുതയാകാം, ഇനി വസ്തുതയില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയം പറയുമ്പോൾ എതിരിൽ നിൽക്കുന്ന രാഷ്ട്രീയ ശരിയായിട്ട് അടുപ്പിൽ ഊതാൻ അറിയോ നിനക്ക്? എന്താണ് അതിന്റെ യോഗ്യത? മന്ത്രിയുടെ മകനുമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമായും ഒക്കെ അടുത്ത ബന്ധമുണ്ട്. അതിൽ ബിസിനസ് ഇടപാടുകൾ നടന്നിട്ടുണ്ട്, കൈക്കൂലി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് മുന്നിൽ വരുന്നത്. അത് വസ്തുതയാണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അയ്യപ്പദാസിന് പറയട്ടെ പ്ലീസ്. അയ്യപ്പദാസിന് സ്വർണ്ണക്കടത്ത് പ്രതികളുമായി അടുത്ത ബന്ധമുണ്ട്, അവരുമായി സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഹവാല ഇടപാടുകൾ പോലും ഉണ്ട് എന്ന് ഞാൻ ആരോപിച്ചാലോ? നിങ്ങൾ തെളിയിക്കണം. താങ്കൾ പറഞ്ഞ ലോജിക്ക് അനുസരിച്ച് താങ്കൾ തെളിയിക്കണം. ശ്രീ റഹീം, ഇവിടെ കഥയല്ല നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ അഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കപ്പുറതയില്ല. ശ്രീ റഹീം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ ചോദ്യം ചെയ്യുന്നത് ED ആണല്ലോ, അല്ലേ? നിങ്ങൾ അഭിപ്രായം പോലും പറഞ്ഞോ ഇതുവരെ? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ കാണാൻ തുടങ്ങിയിട്ട്. ഒരു കാര്യം കേൾക്കൂ പ്ലീസ്, ഒന്ന് കേൾക്കൂ. നിങ്ങൾ എത്ര സമർത്ഥമായിട്ടാണ് EP-യുടെ മകനിൽ നിന്ന് വേറൊരു നേതാവിന്റെ മകനിലേക്ക് പോകുന്നത്? വേറൊരു നേതാവല്ല, നിങ്ങൾ EP-യുടെ മകനെ കുറിച്ചാണ് ചോദിച്ചത്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ. പറയട്ടെ, ഒന്ന് നിർത്തണോ തന്റെ ഈ പറയട്ടെ. നിങ്ങൾ മറുപടി പറഞ്ഞോ? മുഖ്യമന്ത്രിയോട് ചോദ്യം വന്നു, നിങ്ങൾ മറുപടി പറഞ്ഞോ? പ്രേക്ഷകർ കാണുകയാണ് ശ്രീ റഹീം, പ്രേക്ഷകർ കാണുകയാണ്. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഏത് ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറഞ്ഞത്? ഏത് ചോദ്യത്തിനാണ് ശ്രീ റഹീം വ്യക്തമായി മറുപടി പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് വസ്തുതാപരമായി തന്നെ മറുപടി പറയാമല്ലോ, അല്ലേ? കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞോ? പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് പറഞ്ഞോ ഈ ആരോപണങ്ങൾ തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ഇങ്ങനെ അന്വേഷണമേ നടക്കുന്നില്ല, ED ചോദ്യം ചെയ്തത് എന്തിനാണെന്നുള്ളത് പ്രശ്നമേ അല്ല, നിങ്ങൾ പറഞ്ഞോ? ഇപ്പോൾ ജലീലിന്റെ കാര്യത്തിൽ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ഇടപെടരുത്.
ഒന്ന്, നിങ്ങൾ ചോദിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ മകനെ ED ചോദ്യം ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹം വിശദീകരിക്കും. വ്യക്തിപരമായി. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഞാനിവിടെ ഉന്നയിച്ച പ്രശ്നം എന്താണ്? ഒരു മന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുടുംബത്തെയും വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ആകെ ഉപയോഗിച്ചത് ഒരൊറ്റ സോഴ്സാണ്, പ്രതിയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം. ഞങ്ങൾ പോകാതെ AK ബാലന്റെ പ്രതികരണം, പ്രസ്താവന വളരെ വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു ഘടകകക്ഷി പോലും അല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ വീണ്ടും മാറാട് കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള, വർഗീയ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കത്തിനാണ് ലീഗ് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമല്ലേ, കൃത്യമായ സന്ദേശമല്ലേ പോകുന്നത്. നേരത്തെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മുമ്പ് പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പിന്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, കുഞ്ഞുമാണി ഭരണം, കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികരണം നടത്തി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. എല്ലാ കാലവും ഈ രൂപത്തിൽ ഒരു വർഗീയ പരിപ്രേക്ഷ്യം കേരള രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തുക, അതിലൂടെ മുതലെടുപ്പ് നടത്തുക. 1,00,000 റുപ്യ പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് എന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി CPM-ന് അനഭിമതമായത്? ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ സഹായിച്ചതിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നെ സംശയിക്കരുത്, സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശക്തമായി പ്രചരിക്കുന്നുണ്ട്. ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിലടക്കം പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. തങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാർട്ടികൾ തങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് മതേതരവും, UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് മതേതര വിരുദ്ധവുമാകുക എന്ന ഈ അവസരവാദപരമായിട്ടുള്ള നയമാണ് CPM എപ്പോഴും PDP-യുടെ കാര്യത്തിലായാലും ലീഗിന്റെ കാര്യത്തിലായാലും ഏത് കക്ഷിയുടെ കാര്യത്തിലായാലും നമുക്കെല്ലാവർക്കും അറിയാം. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശ്രീ KM മാണിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് അപ്പുറത്ത് പോയപ്പോൾ അഴിമതിരഹിതമായി തീർന്നു, സമ്പൂർണമായും കുറ്റമറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറി. ഈ അവസരവാദപരമായിട്ടുള്ള നിലപാടും കേരളം നല്ലതുപോലെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ആവർത്തിച്ച് പറയുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കൾ നടത്തിയിട്ടുള്ള വിവിധ പ്രസ്താവനകൾ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. പ്രതികരണങ്ങളും അതിനോടൊപ്പം ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഹിന്ദു ദിനപത്രത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള പ്രതികരണം ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചാൽ അങ്ങനൊരു പൊളിറ്റിക്സ്, ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം. ഞാൻ ഒറ്റ എക്സാമ്പിൾ മാത്രം പരിശോധിച്ചാൽ മതി. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം ഗവൺമെന്റ് സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ ചേതോവികാരം എന്തായി? എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഒരു സംശയവുമുണ്ട്, ഈ ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയല്ലേ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സംഘടിപ്പിച്ചത്? ആ സമാന സ്വഭാവത്തിൽ എത്ര പരിപാടികളാണ് ഈ സമീപകാലത്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നത്? ആർക്കും പറ്റും ഒന്നൊന്നുമല്ല, ജനങ്ങൾക്കൊരു വർഗീയതയുമില്ല, ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സാമുദായികമായിട്ടുള്ള സ്വാധീനവുമില്ല. ഇതിപ്പോ ഇത്ര മാത്രം അന്വേഷിക്കാൻ എന്തിരിക്കുന്നു? പാർട്ടി മുന്നണി രാഷ്ട്രീയ നേതൃത്വമാണ് പലപ്പോഴും ജനങ്ങളിൽ മതസാമുദായിക വികാരം വളർത്തിക്കൊണ്ടുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. എന്തായി കിട്ടിയപ്പോ നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.